കണ്ണൂർ CPM-ന്റെ ഒരു ഘടകം പത്തനംതിട്ടയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കാരണം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടല്ലോ. അതെ. ഈ നവീൻ ബാബുവിൻ്റെ മരണം നടന്ന ആ ദിവസങ്ങളിലൊക്കെ തന്നെ, ആ സമയത്തൊക്കെ തന്നെ കണ്ണൂർ ഈ നവീൻ ബാബുവിന് എതിരെ നിന്ന് PP ദിവ്യയെ രക്ഷിക്കാൻ നടന്നെങ്കിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അന്ന് ഒരു പക്ഷേ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CITU-വിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഒക്കെ ആയിട്ടുള്ള PB ഹർഷകുമാർ അടൂരിൽ നിന്നുള്ള മുതിർന്ന നേതാവാണ്, CPM-ന്റെ തന്നെ അറിയപ്പെടുന്ന നേതാവ്. അദ്ദേഹം ഇന്നലെ ഒരു ലൈവ് ഇട്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ. ലൈവ് അല്ല, ഫേസ്ബുക്കിൽ ഒരു വീഡിയോ. ആ വീഡിയോയിലാണ് കുറ്റബോധം കാരണമാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ മരിച്ച മനുഷ്യനെ പോലെ വെറുതെ വിടൂല എന്നുള്ള അവസ്ഥ. അതെ. അപ്പോൾ ക്രൂരമാണ്. അതിനകത്ത് PP ദിവ്യയെ പൂർണ്ണമായും വെള്ള പൂശിക്കൊണ്ടാണ് ഹർഷകുമാർ സംസാരിക്കുന്നത്. എന്നാൽ ഈ ആത്മഹത്യ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ നടക്കുന്ന സമയത്ത് ഇവരെല്ലാവരും ഈ നവീൻ ബാബുവിനും ഭാര്യ മഞ്ജുഷയ്ക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം നിന്നവരാണ്. അത് നിൽക്കാനും കാരണമുണ്ട്, ഇത് പരമ്പരാഗത പാർട്ടി കുടുംബമാണ്. പ്രത്യേകിച്ചും ഈ നായർ സമുദായം ഒരിക്കലും അങ്ങനെ CPM-ലേക്ക് അധികം ആൾക്കാർ വരാറില്ല, വരുന്ന ആൾക്കാർ കുറവാണ്. പക്ഷേ പത്തനംതിട്ടയിൽ ഈ പാർട്ടി കമ്മിറ്റിയെ NSS കരയോഗം എന്നാണ് അവർ കളിയാക്കി പറയുന്നത്. അവരുടെ തന്നെ ഒരു പാർട്ടി അംഗം ഒരു തവണ, അദ്ദേഹം SC/ST വിഭാഗത്തിൽപ്പെട്ട ആളാണ്, ഒരു തവണ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു CPM പത്തനംതിട്ട NSS കരയോഗം എന്ന് പറഞ്ഞു. കാരണം നേതാക്കന്മാരെല്ലാം NSS-ൽ ഉള്ളവരാണ്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ ഒരു അവസ്ഥയുണ്ട്. അപ്പം ഈ PB ഹർഷകുമാറും ഈ പറയുന്ന അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്ന KP ഉദയഭാനുവും പ്രാദേശിക നേതൃത്വവും കംപ്ലീറ്റ് അന്ന് നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നുള്ള ഇതിലായിരുന്നു. ഇവർ പരസ്യമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുകയും ചെയ്തു. അവസാനം MV ഗോവിന്ദൻ ഷട്ട് യുവർ മൗത്ത് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇവർ MP ജയരാജൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തന്നെ PP ദിവ്യയെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം നടന്നു. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ആണ് ഇദ്ദേഹം വന്നതുമല്ല, ഇയാൾ തന്നെ മുന്നിൽ നിന്നുകൊണ്ട് അന്ന് ഈ നവീൻ ബാബുവിൻ്റെ മൃതദേഹം ദഹിപ്പിക്കാൻ മുൻകൈ എടുത്തു എന്നുള്ളതാണ് ഇവർ സംശയ കാരണമായി. അതെപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ ദുരൂഹ സാധനങ്ങൾ മരിക്കുമ്പോൾ ആ മൃതദേഹങ്ങൾ പെട്ടെന്ന് സംസ്കരിക്കാൻ പലരും ധൃതിപ്പെടും. നമ്മുടെ ഓർമ്മയുണ്ടായിരിക്കും, നമ്മുടെ RDO സന്തോഷ് മരിച്ച സംഭവം. മൂവാറ്റുപുഴ RDO സന്തോഷ്, അദ്ദേഹം കാര്യവട്ടം ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളൊക്കെ വളരെ സീനിയറായിട്ട് ബൈചന്ദ്ര സാറിൻ്റെയൊക്കെ ആ സമയത്ത് പഠിച്ചിരുന്ന ആളായിരുന്നു. അങ്ങനെ അദ്ദേഹം മനോരമയിൽ ചീഫ് സബ് എഡിറ്റർ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ ഡെപ്യൂട്ടി കളക്ടർ സെലക്ഷൻ കിട്ടിപ്പോയത്. മൂവാറ്റുപുഴ RDO ആയിരിക്കുമ്പോൾ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നതൊക്കെ തന്നെ. അദ്ദേഹത്തിൻ്റെ അമ്മ അവരൊക്കെ ഞാൻ പരിചയപ്പെട്ടിരുന്നു. അമ്മ നമ്മൾ തമ്മിൽ പണ്ട് ചെയ്യുമായിരുന്നു. അവർ പങ്കെടുക്കാൻ ഈ വിഷയത്തിൽ അവർ വന്നിരുന്നു. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പെട്ടെന്ന് മൃതദേഹം സംസ്കരിക്കാമെന്ന് പറഞ്ഞാൽ ഇത് ദഹിപ്പിക്കുകയായിരുന്നു മൃതദേഹം. ഇതിപ്പം CBI അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ ഹർഷകുമാറിൻ്റെ പോസ്റ്റ് വന്നിരിക്കുന്നത്. ഹർഷകുമാർ പറഞ്ഞ CBI വരുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് അദ്ദേഹവും കണ്ണൂരിലെ നേതാക്കളും പറഞ്ഞത്. ശരി, അങ്ങനെ CBI വരുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള നിങ്ങളുടെ വാദം ഞങ്ങൾ ശരിവെക്കും. പിന്നെന്തിനാണ് നിങ്ങൾ വേവലാതിപ്പെടുന്നത്? അതാണ് വേവലാതിപ്പെടേണ്ട. ശരി, ഇത് നിങ്ങളെ നടക്കാൻ പോകുന്നില്ലെങ്കിൽ പിന്നെ എന്തിനു ബഹളം വയ്ക്കുന്നത്? നിങ്ങൾ ഈ അന്വേഷണം എന്താകുമെന്ന് അതിന് പകരം ഈ മരിച്ചുപോയ ആളെ അപകീർത്തിപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അത് അദ്ദേഹത്തിൻ്റെ മക്കളും ഭാര്യയും ജീവിച്ചിരിപ്പുണ്ട്. ഒരു കുട്ടിക്ക് ആശ്രിത നിയമനം കൊടുക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. അത് സർവീസ് ചെയ്തിരുന്ന് മരിക്കുന്നവരുടെ ബന്ധുക്കൾക്ക് ആശ്രിത നിയമനം ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ആരെ വെള്ള പൂശാൻ വേണ്ടിയാണോ നിങ്ങൾ ഈ ശ്രമിക്കുന്നത്, അങ്ങനെ അതിന് നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും ഈ കുടുംബത്തെ എത്രമാത്രം വേദനിപ്പിക്കും. അതൊക്കെ നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നാട്ടുകാർ ഇതെല്ലാം കാണുന്നുണ്ട്. ഒരു മരിച്ച മനുഷ്യനെ കുറിച്ച് അപഖ്യാതി പറയുക എന്ന് പറഞ്ഞാൽ മിനിമം ഭാഷ പറഞ്ഞ സംസ്കാരമല്ലേ? അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇതൊരു പരമ്പരാഗത പാർട്ടി കുടുംബമാണ്. അവിടെയാണ് പ്രശ്നം. അല്ല, അവർക്ക് ഈ കച്ചവടം നോക്കുമ്പോൾ കച്ചവടത്തിൽ മാത്രം ഇപ്പോൾ താല്പര്യം കാണിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി കുടുംബം നമ്മളൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. അവർക്ക് കുടുംബം ഉണ്ടോ ഇല്ല എന്നുള്ള വാദമല്ല. ഇന്നലെ ഒരു ന്യൂസ് കണ്ടില്ലേ, ഒരു അണ്ടർ സെക്രട്ടറിയോ മറ്റോ സെക്രട്ടേറിയറ്റിലെ ഒരു സ്ത്രീ, അവരുടെ പേര് ഞാനങ്ങ് മറന്നുപോയി. അവർ പിണറായി വിജയൻ്റെ കാലത്ത് അവർ ഏറ്റവും അധികം ദ്രോഹിക്കപ്പെട്ട ഒരാളാണ്. അവർ ഭയങ്കര CPM-കാരിയാണ്. പക്ഷെ അവർക്ക് നിയമനമില്ലൊന്നുമില്ല. അവർ വിരമിക്കുന്നതിൻ്റെ തലേന്ന് അവർക്ക് VD സതീശൻ നിയമനം കൊടുത്തു. അവർ VD സതീശനോട് ഭയങ്കര നന്ദി പറയുന്ന ഒരു വീഡിയോ. അല്ലാതെ ഇങ്ങനെ ഈ നേതാക്കന്മാർക്ക് ഇവർ വളരെ അതിവിചിത്രമായ മാനസികാവസ്ഥകളാണ് ഇവർ പലരും. പിണറായി വിജയൻ തന്നെ പറഞ്ഞില്ല, TP ചന്ദ്രശേഖരൻ മരിച്ചതിന് ശേഷം പറഞ്ഞ കുലംകുത്തി തന്നെയാണെന്നുള്ള. അതെ, മരിച്ചവർക്ക് നമ്മളെ സാറങ്ങനെ അതുപോലെ രോഷമാണ് അയാൾക്ക്. അതാണ് അത് ഈ നമ്മുടെ നാട്ടിൽ തെക്കൻ ജില്ലകളിലെയും
CPM നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാം ഈ കണ്ണൂർ നേതാക്കന്മാരെ അനുകരിക്കാനുള്ള ശ്രമത്തിലാണ്. അതെ, ശ്രദ്ധിക്കാറുണ്ട്, നമ്മുടെ തിരുവിതാംകൂറിലുള്ള പല നേതാക്കന്മാരും ഇപ്പോൾ സംസാരിക്കുന്ന കണ്ണൂർ ഭാഷയിലാണ്. കണ്ണൂർ ഭാഷയാണ് അവർ പറയുന്നത്. ഇവർ പറയുന്നത് പിണറായി വിജയൻ പറഞ്ഞ ചില വാക്കുകൾ, ചില ജാർഗൻസ് അത് പ്രയോഗിക്കും. കണ്ണൂരുകാർ കൊടുക്കുന്ന പോലത്തെ അല്പം മഞ്ഞാറുള്ള ഇരട്ട മണ്ട് കൊടുക്കുന്നു. മൊത്തത്തിൽ ഞങ്ങൾ ഇവിടുത്തെ ആയിരുന്നല്ല, ഞങ്ങൾ കണ്ണൂരുകാരാണ്, ഞങ്ങൾ ആ ഒരു ലൈനിലാണ് പലരും സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് അവിടെ ഈ ഇത്തരം മാനുഷിക പരിഗണന വികാരങ്ങൾക്കൊന്നും യാതൊരു പരിഗണനയും കൊടുക്കാത്ത രീതിയിലാണ് ഈ കുറിച്ച് പറഞ്ഞത്. ഇവർ ഈ ആരോപണത്തിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ആൾക്കാർ ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് വരുത്താൻ ചില പൊടിക്കൈകൾ പറയും. ഇപ്പം തന്നെ നമുക്കറിയാം കെ വിദ്യ കഴിഞ്ഞ ദിവസം വിവാഹിതയായി. അതെ, വ്യാജരേഖ ഉണ്ടാക്കിയതിനാണല്ലോ കേസ് വന്നത്. അതിന് അശോകൻ ചെരുവിൽ പറഞ്ഞ ഒരു ദുർബല നിമിഷത്തിൽ എന്തോ ഒരു ചെറിയ ഒരു പിശക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി വ്യാജരേഖയെക്കുറിച്ചാണ്. ഈ വ്യാജരേഖ കേസുണ്ടായതിനു ശേഷം ഇത് ജാമ്യമൊക്കെ കിട്ടിയ ശേഷം കെ വിദ്യ വളരെ വലിയ സംഭവമായിട്ടാണ് പിന്നെ എല്ലാവരും. അല്ല, നമുക്ക് ഈ അശോകൻ ചെരുവിനെ കുറിച്ച് എനിക്ക് വല്ല വിഷമം തോന്നാറ്. കാരണം അത് നമ്മളെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു എഴുത്തുകാരാണ്. അത് നല്ല സാഹിത്യകാരനാണ്. അത് PSC മെമ്പറായിരുന്ന ആളാണ് LDFിൻ്റെ കോട്ടയിൽ. PSC മെമ്പറായിരുന്ന ഒരാൾ ഒരു വ്യാജരേഖ ചമച്ചതിനെ കുറിച്ച് ഇത്രയും ചെറുതാക്കി കാണിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുകയാണ്. ഇവർക്ക് എന്താ അപ്പോൾ ഇവർ PSCയിൽ അംഗങ്ങളായിരുന്ന സമയത്ത് ഇവർ ഈ പാർട്ടിക്കാരെ ഈ വാഴക്കൊലകളൊക്കെ അവിടെ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ എന്തുമാത്രം ഒരു പരിഗണന കിട്ടിക്കാണെന്ന് ആലോചിച്ചു നോക്കും. അതുപോലെ PP ദിവ്യ ഈ ജയിലിൽ പോയി പ്രേരണാ കുറ്റത്തിന് ജയിലിൽ പോകുന്നു, കീഴടങ്ങുകയാണല്ലോ ശരി. തിരിച്ചു വന്നതിന് ശേഷം PP ദിവ്യ തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി അതവരെ ഇതായിരിക്കാം, വ്യക്തിപരമായ കാര്യമാണ്. അവർ കൈലിയൊക്കെ മടക്കി കുത്തി ബുള്ളറ്റും ഒക്കെ ഓടിച്ച് റീൽസ് ഇരുന്നു. അപ്പോൾ ഈ ഓരോ റീൽസിനും അടിയിലും ഈ നവീൻ ബാബുവിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിമർശനമാണ്. ആൾക്കാർ വന്ന് ഒന്നൊഴിയാതെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഓരോ ചീത്തയും ഇവർക്ക് ഓരോ രക്തഹാരമായിട്ടാണെന്ന് തോന്നുന്നു അനുഭവപ്പെടുന്നത്. അവർ വീണ്ടും ആ രീതിയിലേക്ക് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഇപ്പോഴും ഈ ഹർഷകുമാറിനെ പോലെയുള്ള നേതാക്കൾ, സംസ്ഥാനത്തിൻ്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് ഇപ്പം ഇവർക്കെതിരെ പരാമർശവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അല്ല, അത് വളരെ ഞാൻ കണ്ടിരുന്നു, ആ വീഡിയോ കണ്ടിരുന്നു. അദ്ദേഹം പറയുന്നത് ഒരു സെൻസില്ലാത്ത കാര്യമാണ് അദ്ദേഹം പറയുന്നത്. കുറ്റബോധം കൊണ്ടാണ് നവീൻ ബാബു മരിച്ചെങ്കിൽ അത് അന്വേഷണ ഏജൻസിയാണ് പറയേണ്ടത്. അതെ, അതല്ലാതെ ഈ ഹർഷകുമാർ അല്ലല്ലോ പറയേണ്ടത് കുറ്റബോധം കൊണ്ടാണ് മരിച്ചത്. അങ്ങനെ പിന്നെ എല്ലാ കേസും അന്വേഷിക്കുന്ന നേതാക്കന്മാരെ വിട്ടുകൊടുത്താൽ മതി. അതിനകത്ത് ദിവ്യ ചെയ്ത ഒരു തെറ്റേ ഉള്ളൂ, ക്ഷണിക്കാത്ത ഒരിടത്ത് പോയി ഇങ്ങനെ ഒരു വാക്ക് സാരേ ഒരു തെറ്റേ ഉള്ളൂ എന്നാണ്. അപ്പം പിന്നെ മാത്രമല്ല അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം, ഇങ്ങനെ ഓരോരുത്തരോരോന്ന് പറയുമ്പോൾ ഈ ഉദ്യോഗത്തിലെല്ലാം ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ഈ നാട് എങ്ങനെ നന്നാവുമെന്ന പുള്ളി. ആത്മഹത്യ തന്നെയാണോ കൊലപാതകമാണോ എന്നുള്ള CBI അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ആത്മഹത്യ അതിന് ഈ CBI അന്വേഷണത്തിലേക്ക് പോകാൻ തക്കതായിട്ടുള്ള ആ ഒരു കാരണങ്ങൾ ഇവരാണ് ഉണ്ടാക്കിയത് അല്ലേ? ഇവർ തന്നെയാണ് ഉണ്ടാക്കിയത്. ഇവരെ ഒന്നാമത് ഓടി വരുന്നു, മൃതദേഹം ദഹിപ്പിക്കുന്നു, പിന്നെ ഇവർ കൊടുക്കുന്ന റിപ്പോർട്ടുകൾ ഇവർ അന്നേരം തൊട്ട് കളക്ടറെ ഭീഷണിപ്പെടുത്തി വേറൊരു രീതിയിൽ പറയിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ പല പല കാര്യങ്ങളാണ് ഈ ആത്മഹത്യ ആണെന്ന് തെളിയിക്കാനുള്ള ഒരു ഇതിലേക്ക് പോകുന്നത്. അല്ല, അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ CPMൻ്റെ ഒരു നിലപാട്. CT സുകുമാരൻ എന്നൊരു IAS ഉദ്യോഗസ്ഥ ഉണ്ടായിരുന്നു. അദ്ദേഹം മത്സ്യോൽപ്പന്ന കയറ്റുമതി അതോറിറ്റിയുടെ ചെയർമാനായിരിക്കുമ്പോൾ അത് ദുരവസാഹചര്യത്തിൽ മരിക്കുകയാണ്. അദ്ദേഹം ചെന്നൈയിലുള്ള ഈ EDAയുടെ ഗസ്റ്റ് ഹൗസിൻ്റെ മുകളിൽ താഴെ വീണ് മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. അതിന് മരണത്തെക്കുറിച്ച് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒക്കെ ഇറങ്ങി. അദ്ദേഹം ഒരു പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം IAS കൺഫേർഡ് അല്ല, അദ്ദേഹം പരീക്ഷ എഴുതി പാസ്സായി വന്ന ആളാണ് CT സുകുമാരൻ. എനിക്ക് തോന്നുന്നത് അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആ ഗ്രേഡിൽ എങ്ങാണ്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം മരിച്ചിട്ട് അന്ന് ഇതൊക്കെ തന്നെ സംഭവിച്ചു. ചില കൊച്ചിയിൽ തന്നെയുള്ള ചില ഈ മത്സ്യോൽപ്പന്ന കയറ്റുമതിയെ ബന്ധപ്പെട്ട ചില ആളിലേക്ക് അന്ന് സംശയം പല ആരോപണമൊക്കെ ഉന്നയിച്ചിരുന്നു. അപ്പോൾ അന്ന് UDF കേരളം ഭരിക്കുന്ന സമയമായതുകൊണ്ട് CPM ഇത് ഏറ്റെടുത്തു. CPM ഏറ്റെടുക്കുകയും അവർ വലിയ തോതിലുള്ള പ്രക്ഷോഭവുമായി രംഗത്തെത്തുകയും കൊച്ചിയിൽ വലിയ സമരവും ഒക്കെ നടത്തുകയും ചെയ്തു. ദളിത് സംഘടനകളൊക്കെ കൂട്ടി വയ്ക്കും. പക്ഷേ പെട്ടെന്നൊരു ദിവസം ഇവരെല്ലാം അപ്രത്യക്ഷരാകുകയായിരുന്നു എന്നാണ് അത് ശരി അവരെ വീട്ടുകാർ പറയുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. ഇവർക്ക് എന്തൊക്കെയെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പിന്നെ അയാൾ എങ്ങനെ മരിച്ചു എന്നുള്ളത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. കുടുംബത്തിന് സംശയം വരാൻ കാരണം ഒന്ന് CBI അന്വേഷണത്തെ സർക്കാർ എതിർത്തത് ഒരു കാര്യം. അതങ്ങ് പോട്ടെ, ഈ കേസ് അന്വേഷിച്ച SITയുടെ തലവൻ അവിടെ CPMൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു, കൗൺസിലർ പഞ്ചായത്തിലോ കണ്ട് മത്സരിച്ചു. അയാൾ ആ രീതിയിൽ പോയി. ഇവരെ കുടുംബം ആവശ്യപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ PP ദിവ്യ ആണ് ഇത് ആത്മഹത്യാ പ്രേരണാ കുറ്റം എന്ന് നിങ്ങൾക്ക് പറയുന്നുണ്ട്. പക്ഷേ നവീൻ ബാബുവിനെ അപായപ്പെടുത്തിയതാണ് എന്നുള്ളൊരു വാദത്തിനകത്ത് വലിയ കഴമ്പൊന്നുമില്ല. എങ്കിൽ പോലും അതൊന്ന് CBI അന്വേഷിച്ചു അതിനുള്ള സാധ്യത കളയാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സാധാരണ CBI വരുന്നത്. അപ്പം അത് ആത്മഹത്യ ഇതാണെങ്കിൽ ഇപ്പോൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇതിന് ആ മരണത്തിൽ സംശയമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് CBI വരുന്നത്. CBI എന്തായാലും അവരുടെ സംശയം ദൂരീകരിക്കുക. ഒരു ഭാര്യയുടെയും മക്കളുടെയും ആവശ്യമാണ്. അത് വന്ന് അന്വേഷിച്ചോട്ടെ. ഇനിയിപ്പം UDF സർക്കാരിൻ്റെ കാലത്താണല്ലോ CBI അന്വേഷിക്കും. നിങ്ങളുടെ മടിയിൽ കനവില്ലെങ്കിൽ നിങ്ങൾ വഴിയിൽ എന്തിന് ഭയക്കണം? എന്താണെങ്കിലും ശരി, വളരെ മോശമാണ്. ഈ
മരിച്ച ആളിനെ പിന്നെ അപഹസിക്കുക, അയാളെ പരിഹസിക്കുക, അയാളെ വീട്ടുകാർ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക അവരെ ജീവിച്ചിരിക്കുന്ന വീട്ടുകാരെയാണ്. കുറ്റബോധം കൊണ്ട് ആത്മഹത്യ എന്നൊക്കെ പറയുന്നത്, ആത്മഹത്യ എന്ന് ഇയാൾക്ക് എങ്ങനെ അറിയാം എന്താണ് സംഭവിച്ചതെന്നുള്ളത്? കുറ്റബോധം എന്ന് പറയുമ്പോൾ അദ്ദേഹം അഴിമതി കാണിച്ചതാണ് ഇയാൾ പറയുന്നത്. അഴിമതി കാണിച്ചൊരു കുറ്റബോധം കൊണ്ട് ഈ പി ദിയ പറഞ്ഞതൊക്കെ ശരിയാണ് എന്നുള്ള രീതിയിലേക്കാണ് ഇയാൾ പോകുന്നത്. അപ്പോൾ ഈ ഇവരെല്ലാം കൂടെ ഈ ന്യായീകരണ തൊഴിലാളികൾ കൂടെ ന്യായീകരിച്ച് പാർട്ടി ഏതാണ്ട് ഒരു പരുവാക്കി ഈ ഇലക്ഷനോട് കൂടി. ഇനി ബാക്കിയുള്ളതും കൂടെ ഇരിക്കുന്നതും കൂടെ കത്തിക്കാനുള്ള ശ്രമം. എന്താണെങ്കിലും ഒരു കാര്യം മനസ്സിലായി, കണ്ണൂർ പാർട്ടിയിലെ കണ്ണൂർ CPM-ന്റെ ഒരു ജില്ലാ ഘടകം പത്തനംതിട്ടയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് ശ്രീ പി ഹർഷകുമാർ. ഏതായാലും ഇനി അടുത്ത് വിശാഖ നാട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ നാട്ടിലെ സഹാക്കന്മാർ സംസാരിക്കുന്ന ഭാഷ കണ്ണൂരിലാണോ എന്ന് കൂടെ പ്രത്യേകം ശ്രദ്ധിച്ചോളണം.